നമസ്കാരം. അങ്ങനെ നിലമ്പൂർ MLA അൻവറിനെ പൂട്ടാൻ IPS അസോസിയേഷൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അൻവറിനെതിരായി IPS അസോസിയേഷൻ പ്രമേയം പാസാക്കുന്നത് അതിരൂക്ഷമായ വിമർശനങ്ങളോടുകൂടിയാണ്. IPS ഉദ്യോഗസ്ഥരെ PV അൻവർ പൊതുവിൽ അപകീർത്തിപ്പെടുത്താനാണ് തീരുമാനിച്ചതെന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. ഇന്നലെ മലപ്പുറം SP-യെ PV അൻവർ പൊതുവേദിയിൽ വെച്ച് അധിക്ഷേപിച്ചതും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് അൻവറിനെതിരെ IPS അസോസിയേഷൻ പ്രമേയം പാസാക്കിയത്. മലപ്പുറം SP-യെ പല മാർഗത്തിൽ കൂടി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി അൻവർ പരസ്യമായി സമ്മതിക്കുകയായിരുന്നു. നിയമരാഹിത്യത്തിന്റെ ഭീതിതമായ സ്ഥിതിയാണ് MLA സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. PV അൻവർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് പൊതുമധ്യത്തിൽ മാപ്പ് പറയണം എന്നാണ് IPS അസോസിയേഷന്റെ പ്രമേയത്തിലെ ആവശ്യം. നിയമവ്യവസ്ഥ ഉയർത്തിപ്പിടിക്കാൻ MLA തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ട IPS അസോസിയേഷൻ കർശന ഇടപെടലും സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. MLA-ക്കെതിരെ മുഖ്യമന്ത്രിക്കും പരാതി നൽകും. എന്നാൽ ഈ പരാതിയിൽ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. കാരണം പിണറായി വിജയന്റെ സ്വന്തം അൻവറിനെതിരെ പിണറായി വിജയൻ ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്നത് കാര്യം സുനിശ്ചിതം. മലപ്പുറത്ത് നടന്ന പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ചായിരുന്നു മലപ്പുറം SP-യെ PV അൻവർ അധിക്ഷേപിച്ചത്. പരിപാടിക്കെത്താൻ വൈകിയതിൽ പ്രകോപിതനായിക്കൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവിക്കെതിരെ PV അൻവർ രൂക്ഷമായ വിമർശനം നടത്തിയത്. എന്നാൽ പക്വതയോടുകൂടി തന്നെയാണ് SP പെരുമാറിയത്. IPS ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്കാകെ നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. പോലീസിൽ പുഴുക്കുത്തുകളുണ്ട് എന്നും കഞ്ചാവ് മാഫിയയുടെ പോലും ആളുകളായി പോലീസ് പ്രവർത്തിക്കുകയാണ് എന്നും അൻവർ ആരോപിച്ചു. MLA-യുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പരിപാടിയിലെ മുഖ്യപ്രഭാഷകനായിരുന്ന SP ശശിധരൻ പ്രസംഗം ഒറ്റവരിയിൽ അവസാനിപ്പിച്ച് വേദി വിട്ടതും വലിയ ചർച്ചയായി. വേദിയിൽ ശശിധരൻ മറുപടി പറയുമെന്നും അത് ചർച്ചകളെ പുതിയ തലത്തിൽ എത്തിക്കുമെന്നുമായിരുന്നു MLA-യുടെ പ്രതീക്ഷ. എന്നാൽ അതിനൊന്നും SP നിന്നുകൊടുത്തില്ല. പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ മലപ്പുറം SP-യെ വേദിയിലിരുത്തിക്കൊണ്ട് PV അൻവർ MLA പരസ്യമായി അധിക്ഷേപിച്ച സംഭവം വിവാദമായതിന് പിന്നാലെ പ്രതികരണവുമായി SP-യും രംഗത്ത് വന്നിരുന്നു. MLA പരാമർശിച്ച കേസ് താൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാകുന്നതിന് മുമ്പുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതെന്താണ് എന്ന് വിശദമായി അന്വേഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SP S ശശിധരൻ പരിപാടിയിൽ വൈകിയെത്തിയതിൽ പ്രകോപിതനായാണ് MLA വിമർശനം നടത്തിയത്. തന്റെ പാർക്കിലെ റോപ്പ് മോഷണം പോയി 8 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനായില്ല. വിഷയം തെളിവ് സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും MLA പറഞ്ഞു. സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ കാരണമില്ലാതെ സ്ഥലം മാറ്റുന്നതും വിമർശനമായി MLA ഉന്നയിച്ചു. അതേസമയം പരിപാടിയുടെ മുഖ്യപ്രഭാഷകനായ മലപ്പുറം SP പ്രസംഗം ഒരു വരിയിൽ ഒതുക്കി വേദി വിട്ട് ഇറങ്ങുകയായി. 10:30 സംഘാടകർ അറിയിച്ചിരുന്നത്. 10:25 തന്നെ വേദിയായ മലപ്പുറം MSP കമ്മ്യൂണിറ്റി ഹാളിൽ അദ്ദേഹം എത്തുകയും ചെയ്തു. എല്ലാ പരിപാടികൾക്കും 1 മിനിറ്റ് പോലും വൈകാതെ എത്തുന്ന ആളാണ് ഞാനെന്നും SP പറഞ്ഞു.